വ്യാപകമായി ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഏർപ്പെടുത്തേണ്ട സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. സംസ്ഥാന വ്യാപകമായി വൈദ്യുതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താതെ തന്നെ മുന്നോട്ട് പോകാൻ കേരളത്തിന് സാധിക്കുമെന്ന വസ്തുതയാണ്. സംസ്ഥാന വൈദ്യുതി ഉപയോഗം ക്രമാതീതമായി കുതിച്ചുവരാൻ നിരവധി കാരണങ്ങളുണ്ട്. ഒന്ന്, പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലുണ്ടായ ഊർജ്ജ പ്രതിസന്ധി മൂലം പാചകവാത ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായിട്ടുണ്ട്. ഇത് ഇഞ്ചക്ഷൻ കുക്കറുകളുടെ വ്യാപനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ഇഞ്ചക്ഷൻ കുക്കറുകളുണ്ടായ വിൽപ്പന വർധനവ് പരിശോധിച്ചാൽ തന്നെ ഇത് ബോധ്യമാകും. രാജ്യത്ത് തന്നെ വൈദ്യുതി വാഹനങ്ങൾക്കിടയിൽ വിൽപ്പനയിൽ ഏറ്റവും കൂടുതൽ വർധന രേഖപ്പെടുത്തുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. വൈദ്യുതി വാഹനങ്ങൾ രാത്രികാലങ്ങളിൽ ചാർജ് ചെയ്യുമ്പോൾ വൈദ്യുതി ഉപയോഗം കുതിച്ചുയരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ വർഷങ്ങളുടെ ചൂട് ക്രമാതീതമായി ഉയർന്നത് എയർ കണ്ടീഷണറുടെ വിൽപ്പനയിലും ഉപയോഗത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ വെച്ച് 6195 മെഗാവാട്ടിൻ്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇക്കാരണങ്ങൾ വൈദ്യുതി ഉപയോഗം സംസ്ഥാനത്ത് കുതിച്ചുയരുന്നുണ്ട്. വൈദ്യുതി ആവശ്യകത കുതിച്ചു വരുമ്പോൾ ഉയർന്ന സമ്മർദ്ദം താങ്ങാനാവാതെ ചില പ്രസരണ ലൈനുകൾ ട്രിപ്പാകുന്ന സ്ഥിതിവിശേഷം രാത്രികാലങ്ങളിൽ ചെറിയ ഇടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ പരമാവധി 15-20 മിനിറ്റിനകം വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ KSEBക്ക് കഴിയുന്നുണ്ട്. മറ്റു സംസ്ഥാനങ്ങളെ KSEB ഏറ്റിരുന്ന സാപ്പ് കരാറുകളുടെ കാലാവധി കഴിഞ്ഞാൽ ഇതുവരെ ഏകദേശം 400 മെഗാവാട്ടിൻ്റെ കുറവ് വൈദ്യുതി ലഭ്യതയിൽ ഉണ്ടായിട്ടുണ്ട്. രാത്രി 9 മണി മുതൽ 10 വരെ ഇഞ്ചക്ഷൻ കുക്കറുകളുടെയും വൈദ്യുതി വാഹനങ്ങളുടെയും മറ്റ് പകൽ സമയങ്ങളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി ഉപകരണങ്ങളുടെയും ഉപയോഗത്തിലും ചെറിയ തോതിലുള്ള നിയന്ത്രണം സ്വയം പാലിച്ചാൽ നമുക്ക് ഈ പ്രതിസന്ധി വളരെ സുഗമമായി തരണം ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാ ഉപഭോക്താക്കളുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഉപഭോഗം കൂടി എന്നുള്ളത് ഒരു പ്രശ്നമാണെന്ന് അങ്ങ് സമ്മതിക്കുകയാണല്ലോ മിനിസ്റ്റർ. ഇപ്പോൾ പീക്ക് അവറിൽ ഉപഭോഗം കുറയ്ക്കണമെന്ന് KSEBയും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നിയന്ത്രണം വേണ്ടി വന്നിരിക്കുന്നു എന്ന് സമ്മതിക്കലല്ലേ അത്? നിയന്ത്രണമല്ല, ഇപ്പോൾ ഒരു AC വയ്ക്കുന്ന വീട്ടിൽ 4 AC വയ്ക്കുന്നത്. ഇഞ്ചക്ഷൻ കുക്കറും ഒക്കെ വൈകുന്നേരമാണ് ഉപയോഗിക്കുന്നത്. ഗ്യാസിൻ്റെ പ്രശ്നം വന്നപ്പോൾ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷയാണല്ലോ. 5500 മെഗാവാട്ടായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. ഇപ്പോൾ 6975 മെഗാവാട്ട് വന്നിട്ടും നമുക്ക് മതിയാകുന്നില്ല. ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ ഇതൊക്കെ വൈകുന്നേരം ഉപയോഗിക്കുമ്പോൾ സ്വയം വരുന്ന നിയന്ത്രിക്കണ്ടേ. നിയന്ത്രിക്ക് വരുമ്പോൾ ഓവർലോഡ് ആകുമ്പോൾ ഡ്രിപ്പാകുകയാണ്. അതിനാണ് വൈദ്യുതി കട്ടല്ല വരുന്നത്. ഒരു ട്രാൻസ്ഫോർമറിൻ്റെ കപ്പാസിറ്റിയിൽ കൂടുതൽ അവിടെ ലോഡ് വരുമ്പോൾ തനിയെ ഡ്രിപ്പാകും. അത് 10 മിനിറ്റ് എല്ലാവരും ഓഫാക്കുമ്പോൾ അത് ഓൺ ചെയ്യുകയും ചെയ്യും. ഇതാണ് ഇപ്പോൾ അതിൻ്റെ സ്ഥിതി. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും അതല്ലല്ലോ.